മോളെ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്നിട്ടും ഇനി ഇവിടെ നിൽക്കണ്ട. സാരമില്ല, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, സഹിച്ചോളാം. ഞാൻ തീരുമാനിച്ചു. പുലർച്ചയ്ക്കുള്ള വണ്ടിക്ക് തന്നെ പോവാം. ഞാൻ ആന്റിയോട് ചെന്ന് പറഞ്ഞിട്ട് വരാം. തെറ്റ് പറ്റിപ്പോയ വേറെ എന്താ ചെയ്യാ? ക്ഷമ ചോദിക്കല്ലാതെ. എന്റെ മോള് വലിയ തെറ്റാ ചെയ്തത്. ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ പോകാൻ തീരുമാനിക്കരുത്. അത് പറയാൻ വേണ്ടി മാത്രം ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. ഇല്ല ആന്റി. കൃഷ്ണ, രാധിക്കറിയോ, ഈ ജന്മത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യ കൃഷ്ണ. ആ, രാധിക ഇരിക്കെ. കൃഷ്ണ അച്ഛന്റെ സഹായി മാത്രമായിരുന്നു, ഒരു വിശ്വസ്തൻ. അച്ഛൻ ആ കൈ പിടിച്ച് എന്നെ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. മരണക്കിടക്കയിൽ നിന്നുള്ള അന്ത്യാഭിലാഷം പോലെ. കൃഷ്ണ എന്നെ വിവാഹം ചെയ്ത് 3-ാം നാൾ അച്ഛൻ പോയി. ആദ്യമൊക്കെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് കൃഷ്ണ എന്നെ അംഗീകരിച്ചിട്ട് കൂടിയില്ല. സത്യം പറഞ്ഞ ആ മനസ്സിൽ മറ്റാരോ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നിയില്ല. ഒടുവിൽ എപ്പോഴും കൃഷ്ണ എന്നെ അംഗീകരിച്ചു. എന്റെ പ്രാർത്ഥനകളുടെ ഫലം. ഞാനല്ലാതെ മറ്റൊരു പെണ്ണിന്റെ നിഴലെങ്കിലും കൃഷ്ണയുടെ മേൽ വീണ ഞാൻ സഹിക്കില്ല. ആരാ? ഞാനാ, കൃഷ്ണ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ വലിയ തെറ്റാ ചെയ്തത്. നിന്നോട്, നമ്മുടെ മോളോട്. കാവ്യെല്ലാം പറഞ്ഞു. എനിക്കറിയണം, എല്ലാം അറിയണം. എവിടെയായിരുന്നു നീ ഇതുവരെ? വേണ്ട, ഇനിയൊന്നും അറിയാതിരിക്കുന്ന നല്ലത്. പക്ഷെ ഈ കുഞ്ഞോ? മണിക്കുട്ടിയുടെ അച്ഛന്റെ സ്ഥാനം നീ എനിക്ക് നിഷേധിക്കരുത്. രാധിക, രാധിക ഇതുവരെ കിടന്നില്ലേ? എഴുന്നേറ്റപ്പോ ഒന്ന് കുളിക്കാന്ന് കരുതി. ഈ രാത്രിയിലോ? അതിന് സമയം എത്രയെന്നാ? 4:30 കഴിഞ്ഞു. അല്ല, എന്താ ഈ സമയത്ത്? കൃഷ്ണയെ കണ്ടില്ല. നടക്കാനോ മറ്റു പോയതായിരിക്കോ? ആയിരിക്കും. പറഞ്ഞില്ല, അതാ. പാവം, ഞങ്ങൾ പൊയ്ക്കോളാം കണ്ണേട്ടാ, പ്ലീസ്. നമ്മുടെ മോളെ ഓർത്തെങ്കിലും നീ ഇവിടെ നിൽക്കണം. ശരി, നമുക്കിടയിലുണ്ടായിരുന്ന ബന്ധം മറ്റാരും അറിയരുത്.